ഐക്യരാഷ്ട്രസഭയുടെ ഭീകരവാദ പട്ടികയിൽപ്പെട്ടവരുടെ ലിസ്റ്റാണ് കേന്ദ്ര സർക്കാർ റിസർവ് ബാങ്ക് വഴി പൊതുമേഖലാ ബാങ്കുകളിൽ എത്തിക്കുന്നത്. ലിസ്റ്റിൽ 1000-ഓളം പേരുകളുണ്ട്. ഇതിൽ ഭൂരിഭാഗവും മുസ്ലിം പേരുകൾ. ഈ പട്ടികയിൽ ഉൾപ്പെട്ടവർ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ബാങ്കുകളെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് നിബന്ധനയുടെ താൽപര്യമെന്നാണ് ബാങ്ക് അധികാരികളുടെ വാദം. One problem terrorists will have is how to fund that, because supposing a person carrying gun, he comes with a huge bag of suitcase full of money, obviously he will be stopped. That name is given by the government, that is fed into the software automatically will compare it with the known list of terrorists and it will throw out. അക്കൗണ്ട് എടുക്കാനെത്തുന്ന ആളുടെ പേരുമായി പട്ടികയിലുള്ള പേരിന് സാമ്യമുണ്ടെങ്കിൽ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ അക്കൗണ്ട് നൽകൂ. എന്നാൽ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരെ സംശയത്തോട് കാണുന്നതിന്റെ ഭാഗമാണിതെന്ന് ബാങ്ക് ജീവനക്കാർ പറയുന്നു. നോ യുവർ കസ്റ്റമർ പോലുള്ള കടുത്ത പരിശോധനകൾ നിലവിലുള്ളപ്പോൾ പുതിയ സംവിധാനം അനാവശ്യമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പേര് മാത്രമാണ് ഇതിലുള്ളത്. അപ്പോൾ ആ ഒരു വിഭാഗത്തെ മുഴുവൻ മറ്റൊരു കണ്ണിലൂടെ കാണാൻ, അല്ലെങ്കിൽ ഈ തീവ്രവാദ ബന്ധമുള്ളവർ, അവരുമായിട്ട് അടുപ്പമുള്ളവർ എന്നുള്ള രീതിയിൽ കാണാനുള്ള ഒരു ടെൻഡൻസി അത് പൊതുവിൽ ഉണ്ടാക്കാൻ ഈ നിർദ്ദേശം സഹായിക്കും. എല്ലാ പൊതുമേഖലാ ബാങ്കുകൾക്കും റിസർവ് ബാങ്ക് പട്ടിക അയച്ചു കൊടുത്തിട്ടുണ്ട്. സംസ്ഥാനത്തെ പ്രമുഖ പൊതുമേഖലാ ബാങ്കുകളായ SBT, കാനറ ബാങ്കുകളിൽ സോഫ്റ്റ്വെയർ സംവിധാനവും നിലവിൽ വന്നു. മീഡിയ 1, തിരുവനന്തപുരം.